വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത്ര നാൾ വരെ നടന്നിട്ടുള്ള എക്സാമുകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏത് എക്സാമിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം, നമ്മൾ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിൽ ഞാൻ എടുക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുമെന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു എക്സാമിന് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫുൾ SCERT ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കാലഘടനാക്രമം എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കി ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന പിള്ളേർക്ക് അറിയാം അല്ലേ. നോക്കി ഈ ക്വസ്റ്റ്യൻ ഈ സെയിം സംഭവങ്ങൾ തന്നെ നോക്കിയേ. വൈക്കം സത്യാഗ്രഹം, ചാനാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം, ഈ സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അല്ലേ. ഏതോ ഒരു എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? 1924 അല്ലേ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. 1924 ചാനാർ ലഹളയോ? ചാനാർ ലഹള നടന്നത് എന്നാണ്? 1859 ചാനാർ ലഹള നടന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 മലബാർ കലാപം എന്നാണ്? 1921 മലബാർ കലാപം നടന്നത്. അപ്പോൾ ഇത് നമുക്ക് ശരിയായ കാലഘടനാക്രമം ഏതാ? ഫസ്റ്റ് ഏതാണ്? ചാനാർ ലഹളയാണല്ലേ വരുന്നത്. ഫസ്റ്റ് രണ്ടാമത്തെയാണല്ലേ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് രണ്ട് വരുന്ന ഏതാണ്? ഇവിടെ വരുന്നുണ്ട് അല്ലേ, ഇവിടെയും വരുന്നുണ്ട്. ഇനി ചാനാർ ലഹള എന്ന് പറയുന്നത് പറഞ്ഞു ഫസ്റ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ വർഷം ഏതാണ്? 1921. അപ്പോൾ ഇതാ വരുന്നത് 4 വരുന്നത്. അപ്പോൾ 2ഉം 4 ശരി വരുന്നത്. 2ഉം 4. അതുപോലെ തന്നെ പിന്നെ വരുന്നത് 1924 വൈക്കം സത്യാഗ്രഹമാണ്. പിന്നെ 1936 ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ ഏതാണ്? ബി ആണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്നാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട് അല്ലേ, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നൽകിയിട്ടുണ്ട്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ശരിയാണല്ലേ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് എന്നാണ്? 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. അതിലെ പ്രധാന മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 ശരിയല്ല അല്ലേ. 1919 1919 എന്ന് നടക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അപ്പോൾ 1919 അപ്പോൾ അത് നമുക്ക് തെറ്റാന്ന് പറഞ്ഞു. ഇനി 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നത്. ശരിയാണല്ലേ. 1948 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ വധശ്രമം നടന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ചാണ് നടന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 30, 31, 32 കാലഘട്ടങ്ങളിലായിരുന്നില്ലേ 3 വട്ടമേശ സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ ലണ്ടനിൽ വെച്ച് നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? 1, 3, 4 1, 3, 4 ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായിട്ട് നേറ്റോയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? അപ്പോൾ നേറ്റോയുമായി ബന്ധമുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണം അല്ലേ. നേറ്റോയുമായിട്ട് ബന്ധമുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ അറിയണം. ഏതൊക്കെയായിരിക്കും? നേറ്റോയുമായിട്ട് ബന്ധമുള്ളത് 1949 ഇത് സ്ഥാപിതമായത്. 1949 നേറ്റോ സ്ഥാപിതമായത്. അതുപോലെ തന്നെ ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. അപ്പോൾ ശരിയായത് 1949 നേറ്റോ സ്ഥാപിതമായത്. അതുപോലെ തന്നെ ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം എന്ന് പറയുന്നത് സ്വീഡനാണ്. അപ്പോൾ ഇതാണ് രണ്ടും ശരി വരുന്നത്. ബാക്കി രണ്ടും അല്ലേ 2ഉം 4ഉം തെറ്റാണ് വരുന്നത്. 2ഉം 4ഉം തെറ്റാണ് വരുന്നത്. അപ്പോൾ 3ൻ്റെ ആൻസർ വരുന്നത് 2ഉം 4ഉം തെറ്റാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ്? റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണല്ലേ. റോബസ്പിയർ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് ജാക്കോബിൻ ക്ലബ്ബ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണല്ലേ ഭീകരവാഴ്ച ഒക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആൾ റോബസ്പിയർ തന്നെയായിരുന്നു. അപ്പോൾ ഭീകരവാഴ്ച എന്നായിരുന്നു 1893 അപ്പോൾ അത് ശരിയാണ്. അതുപോലെ തന്നെ ഏപ്രിൽ തീസിസ്
എന്ന് പറയുന്നത് എന്താണ്? വി എ ലെനിൻ അല്ലേ? വി എ ലെനിൻ്റെയാണ് ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത് വി എ ലെനിൻ്റെയാണ്. സ്പിരിറ്റ് ഓഫ് ലോ ആരുടെയാണ്? സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് മൊണ്ടസ്ക്യൂൻ്റെയാണ് കേട്ടോ. മൊണ്ടസ്ക്യൂൻ്റെയാണ് സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് മൊണ്ടസ്ക്യൂൻ്റെയാണ്. മൊണ്ടസ്ക്യൂ അല്ലേ? മൊണ്ടസ്ക്യൂവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറയാം? ജനാധിപത്യം, റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾക്കൊക്കെ വേണ്ടി പോരാടിയ ആളായിരുന്നു അല്ലേ മൊണ്ടസ്ക്യൂ. ജനങ്ങളാണ് പരമാധികാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളായിരുന്നു മൊണ്ടസ്ക്യൂ. അതുപോലെ തന്നെ 3 വിഭാഗങ്ങൾ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ 3 വിഭാഗങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾ മൊണ്ടസ്ക്യൂ ആണ്. ഇനി ലോങ് മാർച്ച് ആരുടെയാണ്? മാവോ സേതുങ്ങിനെയാണ്. ലോങ് മാർച്ച് എന്ന് പറയുന്നത് മാവോ സേതുങ്ങിനെയാണ്. അപ്പോൾ ഇതിൽ ശരിയായത് ഏതാണ്? റോബസ്പിയർ ജേക്കോബിൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ് വി എ ലെനിൻ, ലോങ് മാർച്ച് മാവോ സേതുങ്. അപ്പോൾ ഇത് എ ആണല്ലേ തെറ്റെന്ന് പറയുന്നത്. ഏപ്രിൽ തീസിസ് എഴുതിയത് സ്പിരിറ്റ് ഓഫ് ലോ എഴുതിയത് മൊണ്ടസ്ക്യൂ ആണ്. സ്പിരിറ്റ് ഓഫ് ലോ എഴുതിയത് മൊണ്ടസ്ക്യൂ ആണ്. റോബസ്പിയർ ജേക്കോബിൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ് വി എ ലെനിൻ. ഏപ്രിൽ തീസിസ് വി എ ലെനിൻ. അതുപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് ലോ മൊണ്ടസ്ക്യൂ, ലോങ് മാർച്ച് മാവോ സേതുങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗഫൂർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഖാൻ അബ്ദുൽ ഗഫർ ഖാനാണ്. അതിർത്തി ഖാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ 1988 ജനുവരി 20-നാണ് അന്തരിക്കുന്നത്. 1988 ജനുവരി 20-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 1987 ഭാരതരത്ന ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഖുദായ് ഖിദ്മത്ത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചത് ഖാൻ അബ്ദുൽ ഗഫൂർ ഖാനാണ്. ഖുദായ് ഖിദ്മത്ത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചത് ഖുദായ് ഖിദ്മത്ത് ഗാർ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചതും ഖാൻ അബ്ദുൽ ഗഫൂർ ഖാനാണ്. അപ്പോൾ എല്ലാം ശരിയാണ് കേട്ടോ. അതിർത്തി ഖാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20-ന് അന്തരിച്ചു. 87 ഭാരതരത്ന ലഭിച്ചു. ഖുദായ് ഖിദ്മത്ത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടല്ലേ? കഴിഞ്ഞ 4-5 പേപ്പർ നമ്മൾ ചെയ്തിട്ടുള്ളതിൽ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. പുനഃസംഘടനാ കമ്മീഷനെ കുറിച്ച് 10th പ്രിലിംസിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്തതിൽ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം കേട്ടോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരി എന്നാണല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇത് രൂപീകരിച്ചത് 1953-ലാണ്. 1953-ലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ടോ? ഇല്ല അല്ലേ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഷാ കമ്മീഷൻ ഒന്നും അറിയപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഫസൽ അലി, എച്ച്.എൻ. ഖുസ്രു എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ഫസൽ അലി, എച്ച്.എൻ. ഖുസ്രു, സർദാർ കെ.എം. പണിക്കർ എന്നിവരായിരുന്നു കേട്ടോ ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഫസൽ അലി ആയിരുന്നു അല്ലേ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് ഫസൽ അലി അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഫസൽ അലിയാണ്. അതുപോലെ തന്നെ മലയാളിയായ അംഗം ഏതാണെന്ന് ചോദിച്ചു. അത് സർദാർ കെ.എം. പണിക്കരാണ്. അങ്ങനെ 3 അംഗങ്ങൾ ഫസൽ അലി, എച്ച്.എൻ. ഖുസ്രു എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ശരിയാണല്ലേ? ആദ്യമായിട്ട് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953-ലാണ്. അതിൽ ഫസൽ അലിയായിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്. സർദാർ കെ.എം. പണിക്കരും ഖുസ്രു ഉണ്ടായിരുന്നു. അതിൽ സർദാർ കെ.എം. പണിക്കരാണ് ഏക മലയാളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ പ്രകാരമാണ് ആദ്യമായിട്ട് സംസ്ഥാനം രൂപീകരിച്ചതാണ് ആന്ധ്രാപ്രദേശാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെല്ലാമാണ്? സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SCERT-ൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ തുടങ്ങിയാൽ പോയി കാണാം. ഭൂമിയുടെ അന്തരീക്ഷം ഘടന എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും താഴ്ന്ന പാളി എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണോ? താഴ്ന്ന പാളി അല്ല അല്ലേ? ട്രോപ്പോസ്ഫിയർ ആണ്. താഴ്ന്ന പാളി എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെ സ്ട്രാറ്റോസ്ഫിയർ അങ്ങനെയാണല്ലേ പോകുന്നത്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. ശരിയാണ് കേട്ടോ. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഹരിതഗൃഹ വാതകമാണ്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ല. അതുപോലെ തന്നെ അളകാനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നുണ്ട് കേട്ടോ. അളകാനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. അളകാനന്ദ, ഭഗീരഥ എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അപ്പോൾ തെറ്റായത് 1 3 ആണ് കേട്ടോ. 1 3 ആണ് തെറ്റെന്ന് പറയുന്നത്. 1 3 ആണ്. ഓക്കെ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? അഗുൽഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. അഗുൽഹാസ് പ്രവാഹമാണ്.
താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? നോക്കി നോക്കിയേ, ഇതും നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 5.5 മണിക്കൂർ വ്യത്യാസത്തിലും അതുപോലെ തന്നെ സമയം തന്നിട്ട് എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്, ഏതാണ് ശരി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ശരിയാണ് കേട്ടോ, 5.5 മണിക്കൂർ മുന്നിലാണ്. അതുപോലെ തന്നെ സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? സിന്ധു നദിയുടെ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയ്ക്ക് സിന്ധു നദിയുടെ പോഷക നദികളാണ്. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയ്ക്ക് സിന്ധു നദിയുടെ പോഷക നദികളാണ് അല്ലേ? അപ്പോൾ അത് ശരിയാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. തെറ്റാണല്ലേ? തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ആണോ ഭൗമതാപോർജ്ജ നിലയം? തമിഴ്നാട്ടിലെ കൂടംകുളത്ത് എന്തുണ്ട്? ഒരു ആണവോർജ്ജം ഉണ്ട് അല്ലേ? ആണവ നിലയുണ്ട്. പക്ഷേ ഭൗമതാപോർജ്ജ നിലയൊന്നും സ്ഥിതി ചെയ്യുന്നില്ല. ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ഗാന്ധിനഗർ ആണല്ലേ ഗുജറാത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഗാന്ധിനഗറാണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം. അപ്പോൾ ശരിയെ, തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിനഗറാണ്. അപ്പോൾ ഇതിൽ ശരി വരുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അതുപോലെ തന്നെ സത്ലജ് സിന്ധു നദിയുടെ പോഷക നദികളാണെന്നല്ലേ. 1-4 ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിലെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് അറ്റ്ലാന്റിക് മേഖലയിലെ, അറ്റ്ലാന്റിക് മേഖല എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഏത് പേരിലാണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? ഹരിക്കെയിൻ കേട്ടോ, ഹരിക്കെയിൻ എന്ന പേരിലാണ്. ഹരിയാണ് അറ്റ്ലാന്റിക്, അറ്റത്തുള്ളത് ആരാണ്? ഹരിയാണ്. അപ്പോൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്നത് ഹരിക്കെയിൻ എന്നാണ്. നമുക്ക് വേണമെങ്കിൽ കോഡ് വെച്ച് പറയാമല്ലേ. ഇപ്പം എന്താ പറയുക, അറ്റ്ലാന്റിക് മേഖല എന്നുള്ളത് നമുക്ക് അറ്റത്തിരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അറ്റത്തിരിക്കുന്ന കുട്ടിയുടെ പേര് എന്താണ്? ഹരി എന്നാണ്. ഈ ഹരിക്ക് അറ്റത്തിരിക്കണം, കാരണം ഫാനിൻ്റെ ചോട്ടിലൊന്നുമല്ല ഇരിക്കണം അല്ലേ, അറ്റത്തിരിക്കുകയാണ്, ബാക്കിലിരിക്കുകയാണ്. അറ്റത്തിരിക്കുന്ന കുട്ടിക്ക് എന്തുണ്ടാവില്ല, എപ്പോഴും അറിയാമല്ലേ, നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഫാനിൻ്റെ ചോട്ടിലിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ ചൂട് കുറവായിരിക്കും അവർക്ക്. പക്ഷേ അറ്റത്തിരിക്കുന്ന കുട്ടികൾക്ക് എന്തായിരിക്കും, കാറ്റൊന്നും കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ നല്ല ചൂടായിരിക്കും, ഉഷ്ണമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഹരിക്കെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടായിരുന്നു. കൊല്ലം ടു കോട്ടപ്പുറം മാത്രമാണ് എപ്പോഴും കൂടുതൽ ചോദിക്കുന്നത്, കാരണം അത് മാത്രമാണ് കേരളത്തിലുള്ളത് അല്ലേ. ബാക്കി NW5 NW3 മാത്രമാണ്, മൂന്നാമത്തെ ദേശീയ ജലപാത മാത്രമാണ് നമ്മളുടെ കേരളത്തിൽ വരുന്നത്, കൊല്ലം ടു കോട്ടപ്പുറം വരുന്നത്. അപ്പോൾ ഏതാണെന്ന് പറഞ്ഞില്ലേ, NW3 ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ദേശീയ ജലപാത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. NW1 മുതൽ 5 വരെയാണ്. NW1 എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ നദിയിലാണ് കേട്ടോ, ഗംഗാ നദിയിലാണ് NW1 സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അതേത് ഇതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അലഹാബാദ് ടു ഹാൽഡിയാണ് കേട്ടോ, അലഹാബാദ് ടു ഹാൽഡിയാണ് വരുന്നത് NW1 വരുന്നത്. ഇനി NW2 വരുന്നത് എവിടെയാണ്? ഗംഗാ നദിയിൽ ഫസ്റ്റ് പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് ആണ് ബ്രഹ്മപുത്ര, രണ്ടാമത്തെ നദി എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയാണ് കേട്ടോ, ബ്രഹ്മപുത്ര. അത് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സാദിയ ടു ധൂബ്രിയാണ് കേട്ടോ, സാദിയ ടു ധൂബ്രിയാണ്. ഓക്കെ, ഇത് ഫുള്ളായിട്ട് ഇതാട്ടോ. ഇനി NW3 നമ്മൾ പറഞ്ഞു കൊല്ലം ടു കോട്ടപ്പുറമാണ്. ഏതാണ് കനാൽ പറയാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പശ്ചിമ തീര കനാലാണ് കേട്ടോ, NW3 വരുന്നത് പശ്ചിമ തീര കനാലാണ്. ഇനി NW4 എന്ന് പറയുന്നത് ഏത് നദിയിലാണ്? NW4 സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഏതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? കാക്കിനഡ ടു പുതുച്ചേരിയാണ് കേട്ടോ, കാക്കിനഡ ടു പുതുച്ചേരിയാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഏത് നദിയിലാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ഗോദാവരി നദിയിലാണ് കേട്ടോ, ഗോദാവരി കൃഷ്ണ നദികളിലാണ് കാക്കിനഡ ടു പുതുച്ചേരിയിലാണ് കേട്ടോ NW4 സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി NW5 ഏതാണ്? NW5 എന്ന് പറയുന്നത് ബ്രാഹ്മണി മഹാനദിയുമായിട്ടാണ് കേട്ടോ, മഹാനദിയുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ബ്രാഹ്മണി മഹാനദിയാണ്. കനാൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർവ്വതീര കനാലാണ് കേട്ടോ, അതുപോലെ തന്നെ ബ്രാഹ്മണി മഹാനദി ഡെൽറ്റയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ, ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? NW1 എന്ന് പറയുന്നത് ഗംഗാ നദിയിലാണ്, ഗംഗാ നദിയിൽ അലഹബാദ് ടു ഹാദിയാണ്. NW2 എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്, സാദിയ ടു ധൂബ്രി. NW3 കൊല്ലം ടു കോട്ടപ്പുറം പൂർവ്വതീര
കനാൽ പശ്ചിമതീര കനാൽ. NW4 ഗോദാവരി ടു കൃഷ്ണ നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാക്കിനാട ടു പുതുച്ചേരിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. NW5 പൂർവ്വതീര കനാലാണ്. അതുപോലെ തന്നെ ബ്രാഹ്മണ മഹാനദി ഡെൽറ്റ വ്യവസ്ഥയാണ് കേട്ടോ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. 2024 ലോക പരിസ്ഥിതി ദിനം കേട്ടോ. 2024 ലോക പരിസ്ഥിതി ദിനങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഈ ക്വസ്റ്റ്യൻ നോക്കി, ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണല്ലേ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടവർക്കറിയാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹരിത വിപ്ലവത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഹരിത വിപ്ലവത്തെക്കുറിച്ചിട്ടും പഞ്ചവത്സര പദ്ധതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ശരിയാണല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്, കാരണം തന്നെ കൃഷിക്ക് നല്ല പുരോഗതി വന്നിട്ടുണ്ടായിരുന്നു. ഭക്ഷ്യോൽപാദന രംഗത്തും ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടു അല്ലേ. ആ സമയത്ത് രാസവളങ്ങളും രാസകീടനാശിനികളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതും ശരിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണോ ഹരിത വിപ്ലവം ആരംഭിച്ചത്? അല്ല അല്ലേ, മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമാണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. 1969 പഞ്ചവത്സര പദ്ധതി വരുന്നത്. അപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ എന്താണ് അറിയപ്പെട്ടിരുന്നത്? ഒന്നാം പഞ്ചവത്സര പദ്ധതിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് 1 മുതൽ 12 പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചിട്ടാണ്. അപ്പം ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇതൊക്കെയാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഇതല്ലേ പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ആരാണ് ഇതിൻ്റെ പിതാവ് എന്ന് പറയുന്നത്? ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് അല്ലേ. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. ശരിക്കും പറഞ്ഞാൽ നോമൻ ബോർലോഗ് ആണല്ലേ ഇതൊക്കെ ആരംഭിക്കുന്നത്. ഇനി ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി 2022-23 കണക്കാണ്ട് പറയുന്നത്. ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഇതിലേതാണ് ശരി വരുന്നത്? ഏതാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് നെല്ലാണ് കേട്ടോ. ഫസ്റ്റ് വരുന്നത് നെല്ലാണ്. രണ്ടാമത് വരുന്നത് ഗോതമ്പാണ്. നെല്ല്, ഗോതമ്പ്. പിന്നെ ഏതാണ് വരുന്നുണ്ടായിരിക്കുക? ഏതായിരിക്കും വരുന്നുണ്ടായിരിക്കുക? നോക്കി ജസ്റ്റ് നമുക്കൊന്ന് ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ചോളമായിരിക്കും വരുന്നുണ്ടായിരിക്കുക. പിന്നെയാണ് പയർ വർഗ്ഗങ്ങൾ വരുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ 2 മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി കൊടുത്തു അല്ലേ. ഫസ്റ്റ് നെല്ല് വരും, ബി ആണ് ആൻസർ വരുന്നത്. ഫസ്റ്റ് നെല്ല് വരും, പിന്നെ സെക്കൻഡ് ഗോതമ്പ്, തേർഡ് ചോളം, ഫോർത്ത് പയർവർഗ്ഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകളിൽ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. റിസർവ് ബാങ്കിലെ RBIനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ RBIനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിക്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. RBIനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ RBI എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് ശരിയായത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ശരി ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ശരിയാണ് കേട്ടോ. RBIയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. അതുപോലെ തന്നെ 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു 2024. അപ്പോൾ നമ്മൾ കറണ്ട് അഫെയറും ചോദിച്ചു, അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നും ചോദിച്ചു അല്ലേ. അപ്പോൾ RBIയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോ റേറ്റ് 6.50% നിലനിർത്തുവാൻ 2024 ഏപ്രിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രസ്താവനകളൊന്നും 2 ശരിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് 2, 4, 1, 3 കേട്ടോ. ഫസ്റ്റ് വരുന്നത് ഏതാണ്? ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. അതിനുശേഷമാണ് ഭൂപരിഷ്കരണം നടക്കുന്നത്. അതിനുശേഷമാണ് എന്ത് നടക്കുന്നത്? ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. പിന്നെയാണ് നോട്ടുകളുടെ നിരോധനം വരുന്നത്.
അപ്പോൾ ഇയർ ഏതൊക്കെയാണ് വരെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചതെന്നാണ് 1950 ആസൂത്രണ കമ്മീഷനെ 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. 1950 മാർച്ച് 15 ഓക്കെ. നെക്സ്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് 4-ാമത്തെയാണ് വരുന്നതെന്ന് പറഞ്ഞു. ഭൂപരിഷ്കരണം അല്ലേ? ഭൂപരിഷ്കരണം എന്നാണ് നിലവിൽ വന്നത്? കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത് 1963 കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത്. ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എന്നായിരുന്നു? ബാങ്ക് ദേശസാൽക്കരണം 1969 കാലഘട്ടത്തിലായിരുന്നു അല്ലേ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. ഇനി 500,000 നോട്ടുകളുടെ നിരോധനം എന്നത് എന്നായിരുന്നു? 2013 അല്ലേ? 2013 നവംബർ 8 വന്നത്. 2013 നവംബർ 8 2016 2016 നവംബർ 8 എന്ത് വരുന്നത്? നമ്മുടെ നോട്ട് 500 ആയിരമൊക്കെ നിരോധിക്കേണ്ട. അപ്പോൾ ആൻസർ വരുന്നത് നമ്മൾ പറഞ്ഞാൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുകയാണ് ആദ്യം ചെയ്തത്. 1950 മാർച്ച് 15 ഭൂപരിഷ്കരണ നിയമം 1963 കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത്. ബാങ്ക് ദേശസാൽക്കരണം 1969 അതുപോലെ തന്നെ 80-85 കാലഘട്ടങ്ങളിൽ രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 500,000 നോട്ടുകളുടെ നിരോധനം എന്ന് പറയുന്നതും 2016 ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവന 1 സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അപ്പോൾ പഞ്ചവത്സര പദ്ധതി വീണ്ടും ചോദിച്ചില്ലേ? പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ 1-ാം പഞ്ചവത്സര പദ്ധതിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. 12 പഞ്ചവത്സര പദ്ധതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ശരിയാണല്ലേ? സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്ന് പറയുന്നത് പ്രധാന ലക്ഷ്യമാണ്. അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലേ? 12 പഞ്ചവത്സര പദ്ധതികളാണുള്ളത്. അപ്പോൾ ഫസ്റ്റും രണ്ടും ശരിയാണല്ലേ? 1-ാമത്തേന് പ്രസ്താവന 2 എന്ന് പറയുന്നത് പ്രസ്താവന 1-ൻ്റെ എന്താണ് വിശദീകരണമാണെന്നാണ് കേട്ടോ ശരി വരുന്നത്. പ്രസ്താവന 1 2 ശരിയാണ്. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നത് പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. 12 പഞ്ചവത്സര പദ്ധതിയുടെ ഇത് കൂടിയിട്ട് എന്ന് നടത്തിയിട്ടുണ്ട്. രാഷ്ട്രത്തിന് സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും. അപ്പോൾ നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത് എന്താണ്? അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത് സംരംഭകത്വം അതുപോലെ തന്നെ നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് വെച്ചാൽ സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. മെത്തനോൾ സമ്പദ്ഘടന എന്താണ്? മെത്തനോൾ സമ്പദ്ഘടന എണ്ണ ഇറക്കുമതി ബില്ല് നന്നായിട്ട് കുറയ്ക്കുക, ചിലവ് കുറയ്ക്കുക. 3 സഹകരണ ഫെഡറലിസം. സഹകരണ ഫെഡറലിസം എന്ന് വെച്ചാൽ എന്താണ്? ഫെഡറലിസം സഹകരണമാണല്ലേ? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിൻ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. അപ്പോൾ അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സംരംഭമാണല്ലേ? സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. മെത്തനോൾ സമ്പദ്ഘടന എന്ന് വെച്ചാൽ എന്താണ്? എണ്ണയുമായി ഇപ്പോൾ എണ്ണ മെത്തനാണെന്നൊക്കെ പറയുന്നത് ഒരു ലിക്വിഡ് ഫോമല്ലേ? അങ്ങനെ പഠിച്ചിരിക്കുക കേട്ടോ. മെത്തനോൾ സമ്പദ്ഘടന എന്ന് വെച്ചാൽ എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക. സഹകരണ ഫെഡറലിസം സഹകരണം സംസ്ഥാനങ്ങളുടെ ഇടയിൽ നല്ല സഹകരണം ഉണ്ടാവണമല്ലേ? അപ്പോൾ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. അപ്പോൾ ഇതാണ്ട് സി ആണ് ശരി വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം ശരിയായ പ്രസ്താവനകൾ ഏതാണ്? അപ്പോൾ പുത്തൻ സാമ്പത്തിക നയമൊക്കെ നമ്മൾ ഓൾറെഡി എക്കണോമിക്സിൽ SCRT എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാണ് പുത്തൻ സാമ്പത്തിക നയം വന്നത്? 1993 അതിൽ പറയുന്നതിൽ ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു, വിദേശ സഹായം പരമാവധി കുറയ്ക്കുക എന്ന് പറയുന്നുണ്ട്. ശരിയായ പ്രസ്താവന ഏതാണിതിൽ? സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക എന്ന് പറയുന്നത് തെറ്റാണ്ടോ? വിദേശ സഹായമൊക്കെ വേണം നമുക്ക് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. ഇനി ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക, അത് ശരിയാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിക്കുക, അതിനുശേഷം ആഗോള കമ്പോളവുമായിട്ട് സംയോജിപ്പിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, അതും ശരിയാണ്. സ്വകാര്യവൽക്കരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക.
അപ്പോൾ അതിലൊന്നും പറയുന്നില്ല കേട്ടോ, ഈ സാമ്പത്തിക നയത്തിലൊന്നും പറയുന്നില്ല ഇതൊന്നും. ഇറക്കുമതി പരമാവധി കുറച്ചിട്ട് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാമെന്നോ. അപ്പോൾ ഇതിലേതാണ് റെഡി വരുന്നത് നമ്മൾ പറഞ്ഞത്? പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി വന്നത്? 2ഉം 3 അല്ലേ, 2ഉം 3ഉം ശരിയാണ്, 1ഉം 4 ശരിയല്ല. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ചു, ഉദാരവൽക്കരണം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? സ്വകാര്യവൽക്കരണം പറയുന്നുണ്ട്, ആഗോളവൽക്കരണവും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, അതൊക്കെയാണ് പുത്തൻ സാമ്പത്തിക നയത്തിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത ഏതാണ്? അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി റിപ്പീറ്റഡ് ആണല്ലേ, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഡോക്ടർ BR അംബേദ്കർ ആണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കമ്മീഷൻ എന്ന് പറയുന്നത്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ തന്നെ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ഡ്രാഫ്റ്റിംഗ് കമ്മീഷനാണോ? അല്ലേ, തെറ്റാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് അംഗീകാരം നൽകിയിട്ടില്ല അല്ലേ, ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയിട്ടൊന്നുമില്ല ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 7 അംഗങ്ങളിൽ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ്. എത്ര അംഗങ്ങളുണ്ടായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ? എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 7 അംഗങ്ങളാണ് കേട്ടോ, 7 അംഗങ്ങൾ ഉൾപ്പെടുത്തി. 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. അത് തെറ്റാണ്ടോ. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടത് ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനാണ്. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? 7 അംഗങ്ങൾ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ്. 1, 3 ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാർവത്രിക വോട്ടവകാശം, മത്സരിക്കുവാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതെല്ലാമാണ്? സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ചിട്ടാണ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി വരുന്നത് നോക്കിയേ. സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ് 326 പറയുന്നത്. അതിൽ സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 19 കുറച്ചെന്ന് പറയുന്നുണ്ട് അല്ലേ. 1989 61 ഭേദഗതിയിലൂടെയാണ് വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറയ്ക്കുന്നത്. ഏതായിരുന്നു ഭേദഗതി? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം 326 അല്ലേ. 326 പ്രതിപാദിക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത് തെറ്റാണല്ലേ. അപ്പോൾ 326 പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ വോട്ടിംഗ് പ്രായം കുറച്ചതും ഇത് നമ്മൾ മുകളിലത്തെ പറഞ്ഞു അല്ലേ. 1989 61 ഭേദഗതിയിലൂടെയാണ് വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറയ്ക്കുന്നത്. ആൻസർ വരുന്നത് ഇതായിരുന്നു. 1ഉം 3 വരുന്നത്. 1ഉം 3 ശരി വരുന്നത്. അപ്പോൾ 326 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സാർവത്രിക വോട്ടവകാശ പ്രകാരമായിരിക്കണം. അതുപോലെ തന്നെ 21 വയസ്സിൽ നിന്നും 18 കുറച്ചിട്ടുണ്ടായിരുന്നു 1989 61 ഭേദഗതി പ്രകാരം. നെക്സ്റ്റ് രാജ്യസഭ അല്ലേ. രാജ്യസഭ കാര്യനിർവഹണ വിഭാഗങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 22ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഏതാണ്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വേണം. കാരണം എന്താണ്? രാജ്യസഭ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരമാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനായിട്ടും പരിഗണനയ്ക്കായിട്ടും വേണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറൻറ്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. കാരണം എന്താണ്? സംസ്ഥാന പട്ടികയെന്ന് പറയുന്നത് രാജ്യസഭയ്ക്കായിരിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്തണോ അല്ലെങ്കിൽ പൊതു താല്പര്യം യൂണിയൻ ലിസ്റ്റിലോ കൺകറൻറ്റ് ലിസ്റ്റിലൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിലൊക്കെ രാജ്യസഭയുടെ അധികാരം വേണം. അത് പറയുന്നത് ശരിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് അധികാരമെന്ന് പറയുന്നില്ല അല്ലേ. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിന് നൽകണം. അതുപോലെ തന്നെ ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും രാജ്യസഭയുടെ അംഗീകാരം വേണമെന്ന് പറയുന്നതാണ് ശരി വരുന്നത്. 1ഉം 2ഉം ശരി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ അങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SC/RT 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതെടുത്ത് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണാതിട്ടുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ച് ഉചിതമായ പ്രസ്താവന ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ലിങ്ക് ഇടാം കേട്ടോ. ഞാൻ
ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാനാണ് അല്ലേ വരുന്നത്. ആരാണ് വരുന്നത്? ചീഫ് ജസ്റ്റിസ് ആണല്ലേ വരുന്നത്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായിട്ട് വരുന്നുണ്ട്. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആയിരിക്കും? ചെയർമാൻ എന്ന് പറയുന്നത് ആയിരിക്കും? മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. അതിനുശേഷം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിയും മുൻ സുപ്രീം കോടതി ജഡ്ജിയും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുൻ ഹൈക്കോടതി ജഡ്ജിമാരാണെന്നുണ്ടെങ്കിൽ പോലും 2 എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നുണ്ട്. അതാണ് കേട്ടോ ശരി വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു 1, 2, 3 1, 2 മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരായിരിക്കും അല്ലേ വരേണ്ടത്. 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ അറിവുള്ള ആൾക്കാരായിരിക്കണം വരേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് നോക്കിയാൽ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗികമായി പരിചയമുള്ള 2 പേരാണ് അംഗങ്ങളായിട്ട് വരുന്നത്. ഇത് തെറ്റാണ്ടോ? ഇത് തെറ്റാണ്. ഹൈക്കോടതി ജഡ്ജിമാരൊന്നുമില്ല. അറിവും പ്രായോഗികമായിട്ടുള്ള എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത് ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവുള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ 1, 2, 4 ഉണ്ട് ശരി വരുന്നത്. 1, 2, 4 ശരിയാണ്. ചീഫ് ജസ്റ്റിസ് ചെയർമാൻ ഉണ്ടായിരിക്കും. മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മുൻ സുപ്രീം കോടതി ജഡ്ജി ഉണ്ടായിരിക്കും. പിന്നെ അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാർ 2 എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? യുവജനകാര്യ കായിക വകുപ്പ് ചെയ്യുന്നത് ആരാണ്? മൻസുഖ് മാണ്ഡവ്യ കേട്ടോ. മൻസുഖ് മാണ്ഡവ്യയാണ് യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ആള് ദളിത് വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളായിരുന്നു അല്ലേ ദ്രൗപദി എന്ന് പറയുന്ന പ്രസിഡൻറ്റ്. അപ്പോൾ ഈ പ്രസിഡൻറ്റിനെ കുറിച്ച് ശരിയായത് ഏതാണ്? 15ാമത്തെ പ്രസിഡൻ്റാണ്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതും ദ്രൗപദി മുർമു ആണ്. അപ്പോൾ 15ാമത്തെ പ്രസിഡൻ്റാണ്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1, 3 ആണ് ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്? അബ്ദുൾ ഫത്താഹ് അൽ സിസി ആയിരുന്നു 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ്? എവിടത്തെയാണ്? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിലെ പ്രസിഡൻ്റാണ് അബ്ദുൾ ഫത്താഹ് അൽ സിസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ്. സ്നേഹസാന്ത്വനം പദ്ധതി. 1 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പോക്സോ നിയമവകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. പോക്സോ നിയമവകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യുത പരിശോധനയ്ക്ക് വിധേയരാക്കണം. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലാകരുത് വരേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് റെഡി വരുന്നത്. പോക്സോ നിയമവകുപ്പ് 28 അനുസരിച്ചിട്ട് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. അതുപോലെ തന്നെ പോക്സോ നിയമത്തിലെ 27 വകുപ്പിൽ എന്താ പറയുന്നത്? ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ അവർ പോലീസ് വേഷത്തിൽ വരാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ശരി വരുന്നത്. 1, 2, 3 ആണ് ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാത്സല്യനിധി പദ്ധതിയുമായി സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? വാത്സല്യനിധിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ് ശരി പറയുന്നത്?
പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായിട്ട് 1,00,000 വരെ വരുമാനം പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്കാണ് പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായിട്ട് 1,00,000 വരുമാനം മാത്രമുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്കായിട്ട് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് വാത്സല്യ നിധി പദ്ധതി എന്ന് പറയുന്നത്. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാത്സല്യനിധി പദ്ധതി. 1, 3 ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാജ്യോതി പദ്ധതിയിലെ പദ്ധതികളാണ് കൂടുതൽ ചോദിക്കേണ്ടത്. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? വിദ്യാജ്യോതിയുമായി ബന്ധപ്പെട്ടത് കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയിൽ കൊണ്ടുവരുന്നതിനാണ് സഹായിക്കുന്നത്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് ഭിന്നശേഷിക്കാർക്കുള്ളതാണ് വിദ്യാജ്യോതി. അതുപോലെ തന്നെ കേരള സാമൂഹ്യനീതി വകുപ്പും സാമൂഹ്യ സുരക്ഷാ മിഷനും കൂടിയിട്ടാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ 1, 2 ശരിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാനത്തിലെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ചിന്താ ജെറോം കേട്ടോ. ചിന്താ ജെറോം. ശ്രീ എം ഷാജറാണ് കേട്ടോ. യുവജനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ശ്രീ എം ഷാജറാണ്. 2 ശരി വരുന്നത്. ശ്രീ എം ഷാജറാണ് ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ കേരളത്തിലെ. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര കാലാവസ്ഥ വകുപ്പിനെ മഴ മുന്നറിയിപ്പ് സംബന്ധിക്കുന്നതിന് ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? മഴ മുന്നറിയിപ്പിനെ കുറിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? വെള്ള നിറം എന്ന് പറയുന്നത് മുന്നറിയിപ്പില്ല എന്നും മഴ ഇല്ല എന്നുമാണ് സൂചിപ്പിക്കുന്നത്. വെള്ള നിറം എന്ന് വെച്ചാൽ എന്താണ്? മുന്നറിയിപ്പില്ല, അതുപോലെ തന്നെ മഴയില്ല. മഞ്ഞ നിറം എന്ന് വെച്ചാൽ നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. 1, 3 ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകല ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അസ്ഥികളെക്കുറിച്ചും പേശികളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് 9ാം ക്ലാസ്സിൽ SCERT പറയുന്നുണ്ട് കേട്ടോ. അപ്പം 34ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ് വരുന്നത്? 34ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ് വരുന്നത്? ടെൻഡൻ ആണ് അല്ലേ? പേശിയും അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ഏതാണ്? ടെൻഡൻ ആണ് പേശിയും അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് അല്ലേ? അസ്ഥികളെയുമായി ബന്ധിപ്പിക്കുന്നതായിരുന്നു സ്നായുക്കൾ എന്ന് പറയുന്നത്. പേശിയും അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏതാണ്? ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവുകൾ കേട്ടോ. കമ്മ്യൂണിറ്റി റിസർവുകളാണ് പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം. അതേതാണ്? ഇൻസിറ്റ് ആണോ? കൺസർവേഷൻ എന്ന് പറയുന്നത് ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് ഏതാണ്? എക്സിറ്റ് ആണോ ഇൻസിറ്റ് ആണോ? ഇൻസിറ്റ് ആണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ്രാവകാവസ്ഥയിലുള്ള യോജകലയ്ക്ക് ഉദാഹരണം ഏത്? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ യോജകല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. പേശികല, നാഡീകല, ആവരണകല എന്നൊക്കെ വേണ്ടി കലകൾ മാത്രം നമ്മൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പത്തെ ക്ലാസ്സിലായിരിക്കണം, 2 ക്ലാസ്സിന് മുമ്പായിരിക്കണം എടുത്തിട്ടുണ്ടായിരിക്കുക. ക്ലാസ്സുകൾ കാണാതെ പോയി കാണാം. അപ്പോൾ ദ്രാവകാവസ്ഥയുള്ള യോജകല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ദ്രാവകാവസ്ഥയുള്ള യോജകല എന്ന് പറയുന്നത്? രക്തമാണ് അല്ലേ? രക്തമാണ് എന്ന് പറയുന്നത് യോജകലയ്ക്ക് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദ്രാവകാവസ്ഥയുള്ള യോജകലയാണ് രക്തം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? വിഷവസ്തുവാണ് അമോണിയ, അതിനെ വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? കരളാണ് അല്ലേ? കരളാണ്. നെക്സ്റ്റ്, മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ എന്തിനാണ് സഹായിക്കുന്നത്? വളർച്ചയ്ക്കാണ് സഹായിക്കുന്നത്. അപ്പോൾ അത് കൂടുതലാകുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? അക്രോമെഗാലിയാണ് അല്ലേ? വളർച്ച കൂടുതലാകുമ്പോൾ നമ്മുടെ നഖങ്ങളും അതുപോലെ തന്നെ കാൽവിരലുകളൊക്കെ നീണ്ടു പോകുന്ന അവസ്ഥയാണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയിലാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മരോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഉമിനീരിലുള്ള ഏത് രാസാഗ്നിയിലാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നശിപ്പിക്കുന്നത്?
ലൈസോസെയിം ആണ് കേട്ടോ. ലൈസോസെയിം ആണ് നശിപ്പിക്കുന്നത്. ഉമിനീരിലടങ്ങി സലേവറി അമിലേസ് അടങ്ങിയിട്ടുണ്ട്, പക്ഷെ നശിപ്പിക്കുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈസോസെയിം ആണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? മിഠായിയാണ് കേട്ടോ. മിഠായിയാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. 2024 ലോക പരിസ്ഥിതി ദിന ആഘോളാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 സൗദി അറേബ്യ കേട്ടോ. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിന ആഘോളാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജ്ജം എന്തായിരിക്കും? എന്താണ് 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജ്ജത്തിന് ഇക്വേഷൻ ഏതാണ്? നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഡീറ്റെയിൽ ആയിട്ട് ഇക്വേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ mgh ആണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? 2j ആണ് കേട്ടോ. അതായത് 0.2 × 1 × 10 അല്ലേ, 0.2 × 10 × 1 എന്നൊക്കെ പറയുമ്പോൾ എന്താ വരാത്? 2j ആണ് ആൻസർ വരുന്നത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണല്ലേ. മിന്നുന്നതായിട്ട് തോന്നാണ് നമുക്ക് ചെയ്യുന്നത്. തോന്നലുകളൊക്കെ അപവർത്തനത്തിലാണ് വരുന്നത്. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിൽ താപനില എത്രയാണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലാവുമ്പോൾ എത്രയാണ് വരുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് 32 ഡിഗ്രി ഫാരൻഹീറ്റിനോട് തുല്യമായിട്ടുള്ള എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിൽ പറയുന്നത് കേട്ടോ. 0 ഡിഗ്രി സെൽഷ്യസ് 32 ഡിഗ്രി ഫാരൻഹീറ്റ്. കെൽവിൻ ആണെങ്കിൽ എത്രയാണ്? 273 കെൽവിൻ. ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഓഗസ്റ്റ് മാസത്തിൽ ഏത് ദിവസമായിരുന്നു? ഓഗസ്റ്റ് 23-നാണല്ലേ ചന്ദ്രയാൻ ലാൻഡ് ചെയ്തിട്ടുള്ള ഒരു ദിവസമായിരുന്നു. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കുവാനായിട്ട് ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്താണ്? സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ആദിത്യ L1 ആണല്ലേ. സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ആദിത്യ L1. രാജ്യദ്രാവകം അല്ലെങ്കിൽ അക്വറീജിയ എന്ന് പറയുന്നത് ഏതാണ്? രാജ്യദ്രാവകം അല്ലെങ്കിൽ അക്വറീജിയ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഈസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ 1:3 ആണ്. നൈട്രിക് ആസിഡ് 1ഉം ഹൈഡ്രോക്ലോറിക് ആസിഡ് 3 ആണ് കേട്ടോ. 1:3 ഈസ്റ്റിൽ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അക്വറീജി അല്ലെങ്കിൽ രാജ്യദ്രാവകം എന്നൊക്കെ അറിയപ്പെടുന്നത്. നൈട്രിക് ആസിഡും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏതാണ്? സീറോ കാർബൺ ആയ നഗരം ഏതാണ് നഗരം എന്ന് പറയുന്നത്? സാഞ്ചിയാണ് കേട്ടോ. സാഞ്ചിയാണ് സീറോ കാർബൺ ആയ നഗരം എന്ന് പറയുന്നത്. സാഞ്ചിയാണ്. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ്? സോഡിയം അമാൽഗമാണ് യഥാർത്ഥ ലായനി എന്ന് പറയുന്നത്. സോഡിയം അമാൽഗമാണ്. പാല് എന്ന് പറയുന്നത് യഥാർത്ഥ ലായകമാണോ? കഞ്ഞിവെള്ളത്തിൽ എന്തുണ്ട്? കഞ്ഞിവെള്ളത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ചെളിവെള്ളത്തിലൊക്കെ മിശ്രിതമാണ്. ഇതൊക്കെ മിശ്രിതങ്ങളാണ്. യഥാർത്ഥ ലായനി സോഡിയം അമാൽഗമാണ്. നന്നായിട്ട് ലയിച്ചിട്ടുണ്ടായിരിക്കുക. സോഡിയം അമാൽഗമാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സിങ്ക് ബ്ലെൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡിനെയാണ് കേട്ടോ. സിങ്ക് സൾഫൈഡിനെയാണ് സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സൾഫൈഡ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതോ ഏതാണ്? ക്വാണ്ടം ഡോട്ട്സ് ആണല്ലേ. ക്വാണ്ടം ഡോട്ട്സ് ആണ് നമുക്ക് കണ്ടതാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അപ്പുക്കിളി ഏതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസത്തിലാണ് അപ്പുക്കിളിനെ കുറിച്ച് പറയുന്നത്. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? സർക്കസിലെ ആളാണല്ലേ കീലേരി കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്നത്. തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? തിക്കോടിയൻ എന്നറിയപ്പെടുന്നത്
കുഞ്ഞനന്ദൻ നായർ. കുഞ്ഞനന്ദൻ നായരാണ് തിക്കോടിയിൽ എന്നറിയപ്പെടുന്നത്. പി കുഞ്ഞനന്ദൻ നായരാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേ. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേ, ബാക്കിയം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ എന്ന കൃതിയിലെ വരികൾ ഏതാണ്? ഏതായിരിക്കും? മുസ്ലിംസിന് അറിയായിരിക്കും അല്ലേ? ഏതാണ്? മുഹീദ്ദീൻ മാല. മുഹീദ്ദീൻ മാലയിലെ വരികളാണ് ഈ പറയുന്ന വരികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജ്ഞാനപീഠം പുരസ്കാരം നേടിയ എസ്.കെ. പൊറ്റക്കാടിൻ്റെ രചന ഏതാണ്? എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു രചനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചന എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ കഥയ്ക്കായിരുന്നു കേട്ടോ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻസ് മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ഏതാണ്? മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം 2024 ചെസ് ചാമ്പ്യൻഷിപ്പിലാണ്. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ആരാണ് പരാജയപ്പെടുത്തിയത്? നല്ല വാർത്തയായിരുന്നു. പ്രജ്ഞാനന്ദയാണ് കേട്ടോ. മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് എന്താണ്? മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി ഏതാണ്? കേരള വന ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ. മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റിസ് 2024 കേരള വന ഗവേഷണം. വനത്തിലാണല്ലേ കൂടുതലായിട്ട് എന്തുണ്ടായിരിക്കുക? ക്രോക്സുകളൊക്കെ ഉണ്ടായിരിക്കും, കോക്രോച്ചൊക്കെ ഉണ്ടായിരിക്കാം. ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാ ബൈറ്റ്, പിന്നെന്താ ജിഗാ ബൈറ്റ് ആണല്ലേ? ബൈറ്റ്, കിലോ ബൈറ്റ്. എന്താണ്? KB, MB, B, KB, MB, പിന്നെ എന്തായിരിക്കും? GB ആയിരിക്കും അല്ലേ? അപ്പം 59 ആൻസർ ഏതാണ് വരുന്നത്? ജിഗാ ബൈറ്റ്. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. IT-യുടെ ഭാഗത്ത് നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഏതാണ് ഓരോ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ കമ്പനി ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്? ആൻസർ ഏതാണ് വരുന്നത്? എഡ്ജ് മൈക്രോസോഫ്റ്റിൻ്റെയാണ്. ഫോട്ടോഷോപ്പ് അല്ല കേട്ടോ. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിൻ്റെയാണ്. ആൻഡ്രോയിഡ് ഗൂഗിളാണ്. എഡ്ജ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. ഫോട്ടോഷോപ്പ് ഏതാണ്? അഡോബ് ആണല്ലേ? അഡോബിൻ്റെയാണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. അഡോബിൻ്റെയാണ്. എഡ്ജ് മൈക്രോസോഫ്റ്റ്, അഡോബ് ഫോട്ടോഷോപ്പ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. MAC അല്ലേ? മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? MOS. ആപ്പിളിൻ്റെയാണ്. MOS ആണ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. MOS ആപ്പിളിൻ്റെയാണ്. എഡ്ജ് മൈക്രോസോഫ്റ്റ്, ആൻഡ്രോയിഡ് ഗൂഗിൾ. ഇപ്പോൾ 1, 3, 4 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ലാൻ, വാൻ, മാൻ കേട്ടിട്ടുണ്ടാവും അല്ലേ? ലാൻ, വാൻ, മാൻ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. നെറ്റ്വർക്കാണ്, സിസ്റ്റം നെറ്റ്വർക്കുകളാണ്. CAN ഒന്നും ഇല്ല അല്ലേ? CAN എന്നൊക്കെ പറയുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? C ആണ്. താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? മെറ്റയാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ? കുറേ അതിനൊക്കെ സംയോജിപ്പിച്ചിട്ട്. അപ്പോൾ ഏതൊക്കെയാണ്? നമുക്ക് ഓരോന്ന് വാട്സപ്പൊക്കെ തുറന്ന് നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ അല്ലേ? അപ്പോൾ ഏതാണ് ഇതിൽ വരാത്തത്? ഏതാണ്? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പൊക്കെ വരുന്നുണ്ട് മെറ്റ കമ്പനിയുമായിട്ട്. ടെലിഗ്രാം ഒന്നും വരുന്നില്ല. ഡീപ്പ് ഫേക്ക് എന്നാൽ എന്താണ്? ഡീപ്പ് ഫേക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഡീപ്പ് ഫേക്ക് വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതിനാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കുവാനായിട്ട് AI ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം 2025 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്ന ആരാണ്? വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാനത്തിലെ ഗവർണറാണ്. സംസ്ഥാന ഗവർണറാണ് സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ ഏതൊക്കെയാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ ഏതൊക്കെയാണ്? നിസ്വാർത്ഥ സേവനങ്ങളൊന്നും എന്തിലില്ല? ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലില്ല. വാർത്താവിതരണം, ഗതാഗതം, ഇൻഷുറൻസ് എന്നിവയൊക്കെയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലുള്ളത്. ഗതാഗതം, ഇൻഷുറൻസ്, വാർത്താവിതരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവയിൽ എന്താണ് പട്ടികവർഗ്ഗക്കാർക്കായിട്ടുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനമില്ലാത്തത്? ദേശീയ പട്ടികവർഗ്ഗ കമ്മീഷനൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ചാപ്റ്ററിലുണ്ട് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ദേശീയ പട്ടികവർഗ്ഗക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്?
ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായിട്ട് നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. ഇത് പ്രധാനമന്ത്രിക്കൊന്നും റിപ്പോർട്ട് സമർപ്പിക്കേണ്ട കാര്യമില്ല. പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് ചുമതലകൾ പറഞ്ഞത്? ഏതൊക്കെയാണ്? ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായിട്ട് നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുക, നിരീക്ഷിക്കുക. അതുപോലെ തന്നെ അതുമായുള്ള പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്വേഷിക്കുക. ഉപദേശങ്ങളും അതിൽ പങ്കെടുത്ത ഉപദേശങ്ങളൊക്കെ നൽകുക. ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഗാർഹിക അതിക്രമം എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാനസികവും ശാരീരികവുമായ പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക. സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക. സാമ്പത്തിക ചൂഷണം എന്നിവയൊക്കെ എന്താണ്? ഗാർഹിക അതിക്രമമാണ്. മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക. സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക. സാമ്പത്തിക ചൂഷണം മുകളിൽ കൊടുത്തിരിക്കുന്നവയൊക്കെ എന്താണ്? ഗാർഹിക അതിക്രമമാണ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമമാണ് പോസ്കോ ആക്ട്. അത് നിലവിൽ വന്ന വർഷം ഏതാണ്? 2012 അല്ലേ? നമ്മൾ SC പറയുന്നുണ്ട്. ആ ഒരു ഹെഡിങ് തന്നെയാണ് 2012 പോസ്കോ ആക്ട് എന്നായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ രേഖാ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ. ഇനി മാത്സ് ആണല്ലേ, നൽകിയിരിക്കുന്ന മാത്സ് ആണ്. നമുക്ക് ആ ഒരു ഭാഗം ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, പിന്നെ മലയാളമാണ്. ഈ മലയാളത്തിനെ കുറിച്ച് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ GK പൊതുവായിട്ട് വരുന്ന GK ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നവർക്കറിയാം, നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.